സന്ദീപ് വാര്യരെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുൻപായി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന സമയത്ത് വലിയൊരു പത്രപരസ്യം, അതായത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു ദിവസം മുന്നേ ഒരു പത്രപരസ്യം 2 പത്രങ്ങളിൽ, സിറാജ് പത്രത്തിലും ഒപ്പം തന്നെ സുപ്രഭാതം പത്രത്തിലും വരികയുണ്ടായി. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇപ്പോൾ ആ പരസ്യത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും CPM LDF കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ദീപ പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഇപ്പോൾ LDF നൽകുന്ന വിശദീകരണം ഇത് അഭ്യുദയകാംക്ഷികൾ നൽകിയതാണ്, ഇതിനെക്കുറിച്ച് മനസാവാച കർമ്മണ തങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളൊരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, എന്തുകൊണ്ടാകാം ഈ പിന്മാറ്റം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോഴും ഈ സമയത്ത് ഈ നേതാക്കൾ മൊത്തം കൊടുത്ത ബൈറ്റും ബാക്കി വാർത്തകളെല്ലാം നമ്മുടെ കയ്യിൽ ഫയലായിട്ടുണ്ട്. അതിനെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സന്ദീപ് വാര്യർ മുമ്പ് പറഞ്ഞ കാര്യം മോശമായിരുന്നു, ഇപ്പോൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണല്ലോ അവരുടെ പരസ്യം. അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ള അവരോട്. ഇവർ മുമ്പ് പറഞ്ഞ കാര്യത്തെ ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. സത്യത്തിൽ ആ പരസ്യം നമുക്കറിയാമല്ലോ, നമുക്ക് പച്ചയായ യാഥാർത്ഥ്യമാണല്ലോ. 2 സുന്നി പത്രങ്ങളിൽ മാത്രം നൽകിയ പരസ്യം. ഇതിനുശേഷം MP രാജേഷ് വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ 4 പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 4 പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ 4 പത്രങ്ങളിൽ ഈ സന്ദീപ് വാര്യരുടെ, മറ്റ് 2 പത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ ഭാഗമില്ല. അത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അദ്ദേഹം വാദിക്കുകയാണ്, ഞങ്ങൾ 4 പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന്. മാത്രമല്ല ഈ പരസ്യത്തിന് ഞങ്ങൾ അനുമതി നേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അനുമതി കൊടുത്തിട്ടില്ല എന്ന് അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഭരണാധികാരിയും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ അന്ന് തന്നെ ഈ വാദങ്ങളൊക്കെ പൊളിഞ്ഞതാണ്. പക്ഷേ അവർക്ക് വാദിക്കാമായിരുന്നു. അതായത് അവരുടെ വാദം ഇതായിരുന്നു, സന്ദീപ് വാര്യർ അദ്ദേഹം BJP-യിലായിരുന്ന സമയത്ത് അദ്ദേഹം ആക്രമിച്ചത് മുസ്ലിം ന്യൂനപക്ഷത്തെ ആയിരുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തിന് അദ്ദേഹം വിദ്വേഷം വാരി എറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന് വിധേയരായവർ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ പത്രങ്ങളിൽ ഈ പരസ്യം കൊടുത്തതെന്ന് അവർ പറഞ്ഞു. പക്ഷേ അതാണ് അവരുടെ വാദം. പക്ഷേ അപ്പോൾ ചോദിക്കേണ്ടുന്നൊരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇദ്ദേഹത്തിൻ്റെ വർഗീയ വിദ്വേഷ പ്രചാരണം ബാധിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ലല്ലോ, മതനിരപേക്ഷതയെ, മതേതരത്വത്തെയൊക്കെയാണ് ബാധിക്കുന്നത്, രാജ്യത്തിൻ്റെ സാഹോദര്യത്തെയൊക്കെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വാക്കുകൾ അസ്വസ്ഥപ്പെടുത്തേണ്ടത് മുസ്ലിങ്ങളെ മാത്രമല്ല, എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തണം. ആ അസ്വസ്ഥപ്പെടുത്തുന്നവരെല്ലാം ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം CPM-ന് ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ മാത്രം വായിക്കുന്നു എന്ന് പറയുന്ന ഈ പത്രങ്ങളിൽ മാത്രം കൊടുക്കുക എന്നുള്ളത്, പരസ്യം കൊടുക്കുക എന്നുള്ളത് ശരിയായ നിലപാടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അന്ന് തന്നെ അവരുടെ വാദത്തെ ഖണ്ഡിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവർ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വാദത്തിൽ നിന്ന് മാറിയതെന്ന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിയമപരമായ ഒരു പക്ഷേ ഇവർക്ക് തിരിച്ചടി നേരിടുമെന്നുള്ള ഭയമുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രചാരണം നടത്താൻ പാടില്ല എന്നുള്ള ഒരു പക്ഷേ നിയമം ഉണ്ടാകാം. അത് ഒരു പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് LDF-ന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു പക്ഷേ ഭയന്ന് കാണാം. അങ്ങനെ എന്തെങ്കിലും സാധ്യത, അല്ലെങ്കിൽ ഈ ചീഫ് ഇലക്ഷൻ LDF-ൻ്റെ ഇലക്ഷൻ ഏജൻറ്റ്, എന്തായാലും പറയാം, ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്, അദ്ദേഹം മനസാ വാചാ കർമ്മണ ഇത് അറിഞ്ഞിട്ടില്ല, ഏതോ ഒരു അഭ്യുദയകാംക്ഷിയാണ് ചെയ്തത്. അഭ്യുദയകാംക്ഷി ആരാണെന്നൊക്കെയുള്ള വാർത്തകൾ പലയിടങ്ങളിലും വരുന്നുണ്ട്, മുൻമാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ അഭ്യുദയകാംക്ഷി പറഞ്ഞതാണെങ്കിലും CPM നേരിട്ട് തീരുമാനിച്ചതാണെങ്കിലും ചെയ്തത് എന്തായാലും ശരിയായില്ല. ഇപ്പോൾ അത് നിഷേധിക്കുന്നത് അത്രയും ശരിയായില്ല എന്ന് പറയാനുള്ളൂ. ഇപ്പോൾ സന്ദീപ് വാര്യന് നേതൃത്വത്തിലേക്കൊക്കെ വരാൻ പോവാണ് കോൺഗ്രസിൻ്റെ. ഇപ്പോൾ ചർച്ചകളൊക്കെ നടന്നു, AICC നേതൃത്വം അനുമതി നൽകി, KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ നമ്മളിന്ന് കേട്ടു. എന്താണ് കോൺഗ്രസിൻ്റെ ഒരു നേതൃനിരയിൽ തിളങ്ങാനൊക്കെ സന്ദീപ് വാര്യർക്ക് കഴിയുമോ? ഒരു അടിമുടി കോൺഗ്രസ്സുകാരനായിട്ടുണ്ടോ സന്ദീപ്? അതിപ്പം ഈ പുതിയ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അത്ര വലിയ താമസമല്ല അടിമുടി ആവാൻ. ഇപ്പം സരീൻ എത്ര പെട്ടെന്നാണ് പിന്നെ സഖാവായത്, അത്ര തന്നെ ഉള്ളൂ. അതിപ്പോൾ കുളിച്ച് പിന്നെ ഡ്രസ്സ് മാറ്റിയാൽ പിന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പണ്ട് നമ്മുടെ 921 ശേഷം ഇവിടെ ആര്യ സമാജം വന്നിട്ട് ഈ മതം മാറിയവരെ തിരിച്ചു മാറ്റിക്കാനൊക്കെ ഒരു കുളി മതിയായിരുന്നു. കുളിച്ചിട്ട് പിന്നെ റെഡിയായാൽ പിന്നെ ശുദ്ധം ചെയ്താൽ അവർ മാറിക്കഴിഞ്ഞു. മതം പോലും അത്ര വളരെ പെട്ടെന്ന് പിന്നെ മാറ്റാൻ പറ്റുമായിരുന്നു. പിന്നെയാണ് അപ്പോൾ രാഷ്ട്രീയം. പിന്നെ സന്ദീപിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മൂപ്പർ ഷർട്ട് പണ്ടേ കതറാണ്. അത് കൊണ്ട് പിന്നെ ഇങ്ങനെ കുളിച്ചിട്ട് വേഷം പോലും മാറേണ്ട പ്രശ്നം എളുപ്പമാണ്, വേഷം പോലും മാറണ്ട. പിന്നെ പണ്ട് വെളുത്ത കതറായിരുന്നു കോൺഗ്രസ്സുകാർ, അതും ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മളെ VT ബൽറാം, ഷാഫി ടൈപ്പ് നേതാക്കൾ വന്നതിന് ശേഷം വെളുപ്പല്ല, പിന്നെ കളർ ഡ്രസ്സാണ്.
അപ്പോൾ ഇതിന് വളരെ എളുപ്പമൊന്നുമില്ല. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് മാറിയാൽ ഒന്ന് ഉറങ്ങണീച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് അത് ധാരണയുടെ അടിസ്ഥാനത്തിൽ ആണ്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കേട്ടിരുന്ന ധാരണ ഈ മാറുമ്പോൾ തന്നെ ഉള്ളത് ഒന്നൊരു നിയമസഭാ സീറ്റും പിന്നെ പാർട്ടിയിൽ പദവിയും തന്നെ. പദവി ഇല്ലാതെ കോൺഗ്രസ്സിൽ ഒരാൾ പദവി ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. വെള്ളത്തിൽ മത്സ്യത്തെ പിടിച്ച് കിറക്കിട്ട പോലെയാണ്. കോൺഗ്രസ് എന്താണെന്നുള്ള സാധനത്തിന് എന്താണ് പദവി എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ട് ഉത്തരം വേണം. ആ കാര്യത്തിലും കുഴപ്പമില്ല. കാരണം പദവിയും പിന്നെ ഈ പാർലമെൻ്ററി പദവിയും സംഘടനാ പദവിയും നേരത്തെ തന്നെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടാണ്. കുറച്ച് താമസിച്ചു പോയി എന്നുള്ളൊരു പ്രശ്നം ഒരുപക്ഷെ സന്ദീപിന് നിലവിലുണ്ടാകും. കാരണം ഇത് കോൺഗ്രസ് പിന്നെ ആലോചിച്ചിരുന്നത് KPCC പുനഃസംഘടനയോടൊപ്പം നടത്താനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. അപ്പോൾ ആ പുനഃസംഘടന നീണ്ടുപോകുന്നുള്ള പ്രശ്നം വന്നു. പിന്നീട് ഇവർ തൃശ്ശൂർ DCC പ്രസിഡൻറ്റിൻ്റെ പുതിയ DCC പ്രസിഡൻറ്റിൻ്റെ നിയമനവും ഇതും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചപ്പം തൃശ്ശൂർ DCC പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല. KPCC പ്രസിഡൻറ്റും അല്ലാത്തൊരു രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്ന തർക്കം, അതും അങ്ങനെ തർക്കം നിൽക്കുന്നു. അപ്പം ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉപരി KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം കോൺഗ്രസ് തന്നെയും ഈ പുറത്തു നിന്നെടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ ഒരു നയം മാറ്റത്തിലേക്ക് വരികയാണ് എന്ന് തോന്നുന്നുണ്ട്. ഓർമ്മ ഉണ്ടാവും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ CPM ഒരു സംഘം ചെറുപ്പക്കാരെ ഇതേപോലെ എടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അബ്ദുള്ളക്കുട്ടി വന്നു, അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് കൊടുത്തു. സിന്ധു ജോയി വന്നു മത്സരിച്ചു. അതിനുശേഷം ശിവരാമൻ വന്നു. ഒറ്റപ്പാലം MP ആയിരുന്നു, CPMൻ്റെ MP ആയിരുന്നു ശിവരാമൻ വന്നു. പിന്നെ സെൽവരാജ് പിന്നെ ചെറുപ്പക്കാരനല്ലല്ലോ. സെൽവരാജ് മതം പിന്നെ കാല് മാറാൻ വേണ്ടി വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നത് പിന്നെ നമ്മളുടെ മനോജ് കുരിശിങ്കൽ വന്നു. ഇവരുടെയൊക്കെ കാര്യത്തിലുണ്ടായൊരു സംഭവം ഇപ്പം അബ്ദുള്ളക്കുട്ടി അടക്കം, അബ്ദുള്ളക്കുട്ടി ജയിച്ചു MLA-യുമായി MP-യുമായി. എന്നാലും പിന്നെ ഈ അബ്ദുള്ളക്കുട്ടി, ഈ പിന്നെ ശിവരാമൻ, സിന്ധു ജോയ് ഇവരുടെയൊക്കെ കാര്യത്തിലുണ്ടായ സംഭവം ഇവരെ പാർലമെൻ്ററി രംഗങ്ങളിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. മത്സരിച്ചു, ജയിച്ചാലും തോറ്റാലും അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പം അവർ തിരിച്ചുപോയി. അവരെ പിന്നെ കോൺഗ്രസ് അവർ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. അവരാണെങ്കിലും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സിന്ധു ജോയിയൊക്കെ ദയനീയമായിരുന്നു. ആ രംഗം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഘട്ടത്തിലായിരുന്നു. ഹൈബി ഈഡനും ഷാഫി പറമ്പിലും എല്ലാം കൂടെ സിന്ധു ജോയിയെ കൊണ്ടുപോയിട്ട് എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് പിന്നെ ഉമ്മൻചാണ്ടിനെ അന്നയുടെ മുമ്പിൽ ഹാജരാക്കുകയും എന്നിട്ട് അവർക്ക് കോൺഗ്രസ്സിലെടുത്തു എന്നും അവർക്കൊരു സ്ഥാനം കൊടുത്തു എന്നുള്ള പിന്നെ അവർക്കൊരു എന്താണ് യോജനക്ഷേമ സമിതി ചെയർമാൻ സ്ഥാനം കൊടുത്തതിൻ്റെ പിന്നെ ഓർഡറൊക്കെ അവർക്ക് കൈയോടെ കൊടുത്തിട്ട് അതുമായിട്ട് അവർ തിരിച്ചു വരുന്നു. പിന്നെ അവരെ കോൺഗ്രസ്സിൽ എവിടെയും കണ്ടില്ല. അങ്ങനെ തീർന്നു. അങ്ങനെ വെച്ചാൽ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു എതിർ പാർട്ടികളിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരെ ഒരു തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ട് പിന്നെ അവരെ വിധി പോലെ അവരെങ്ങോട്ടെങ്കിലും എങ്ങോട്ടോ പോട്ടെ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു നേരത്തെ കോൺഗ്രസ്സിനുണ്ടായിരുന്നെങ്കിൽ അത് മാറുകയാണ് എന്ന സൂചനയാണ് ഈ പിന്നെ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് മാറുകയാണ് എന്ന് മാത്രമല്ല കോൺഗ്രസ് അതിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് ഇപ്പം പണ്ട് ഓർക്കുന്നുണ്ടാവും, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് KSU പാസ്സാക്കിയ ഒരു പ്രമേയമുണ്ട്. പിന്നെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇനിയും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോവാണ്, ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ 92-93 വയസ്സുള്ള ആൾക്കാരെ മാത്രം പരിഗണിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ സംഗതി മാറിയിട്ടുണ്ട്. ഇപ്പം നിയമസഭയിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇപ്പം ഷാഫി, ഈ VT ബൽറാം, പിന്നെ റോജി, ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയാൽ പിന്നെ ഈ സിദ്ദീഖ്, ഇങ്ങനെ നല്ലൊരു യുവജന നിര കോൺഗ്രസ്സിനുണ്ട്. നിയമസഭയിലുണ്ട്. നിയമസഭയ്ക്ക് പുറത്തിപ്പം ഈ ബൽറാം തോറ്റു. എന്നാലും ഇവർ നിയമസഭയ്ക്ക് പുറത്ത് മറ്റേ ഇവളുടെ ഈ ടെലിവിഷൻ നിയമസഭ കഴിഞ്ഞാൽ പിന്നെ ടെലിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നിയമസഭ കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ പോരാട്ടവേദി ഇപ്പോൾ ഉള്ളത് ഈ ടെലിവിഷൻ ചർച്ചകളാണല്ലോ. ഇതിൽ രണ്ടിലും തിളങ്ങി നിൽക്കാൻ മാത്രം യുവജനങ്ങൾ ഒരു സംഘം യുവജന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ട്. ആ നിരയിലേക്ക് ഒരാളായിട്ട് സന്ദീപ് വാര്യർ വരും. സന്ദീപ് വാര്യർ വരുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇതുപോലെ തന്നെ, ഒന്ന് വരൂ കടന്നു വരും എന്നുള്ള ഒരു സന്ദേശമാണ് കോൺഗ്രസ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒന്നത്. രണ്ട്, കോൺഗ്രസ് ഇങ്ങനെ ഈ തരത്തിൽ യുവജന നേതാക്കളെ അണിനിരത്തി തന്നെ ആ പാർട്ടിയെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയും. അതിൽ പിന്നെ കോൺഗ്രസ് ഈ വരൂ എന്ന് പറയുമ്പോൾ പാലക്കാടുള്ള ചില നേതാക്കളൊക്കെ ആകർഷകരാകാൻ സാധ്യതയുണ്ടോ?
പാലക്കാടുള്ള ആൾക്കാർ ചിലപ്പം സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൂടെ. അവർ ഏതാണ്ട് ഇന്നലെ മിനിയാന്നത്തോട് കൂടിയിട്ട് ഈ പരസ്പരമുള്ള പിന്നെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ടെന്ന് തോന്നുന്നു. ഇവരും ഇപ്പം കാര്യമായിട്ട് സരീനെ വിമർശിക്കുന്നില്ല. പിന്നെ ആ മെമ്പർഷിപ്പ് അല്ല സത്യപ്രതിജ്ഞേൻ്റെ ചടങ്ങിനൊക്കെ ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഈ പുതിയ MLA നമ്മളെ രാഹുൽ മാങ്കുട്ട് MLA മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഭാവം ഇതൊക്കെ കണ്ടില്ലേ, ശരീരഭാഷയും ഭാവമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഒരു പരസ്പരം അത്ര വലിയൊരു വാശിയും വൈരാഗ്യം ഒന്നും ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരൂ ഇതിൽ വരും എന്നുള്ളതിന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. AK ഷാനിബ് DYFI ചേർന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന, സത്യത്തിൽ ഇത് പിന്നെ IPL പോലൊരു പിന്നെ ലേലം വെക്കേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ വളരെ സ്വാഭാവികമായൊരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടിയുണ്ട്. നമുക്ക് കാത്തിരിക്കാം.